നോക്കൂ, ആ വാതിലിന് അടുക്കെ വന്നു നിൽക്കുന്നത് ആരാണെന്ന് നോക്കിക്കൊണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു പോയി. മറ്റാരുമല്ല, പ്രോട്ടോകോൾ എല്ലാം തെറ്റിച്ച്, ക്രമമെല്ലാം തെറ്റിച്ച്, രാജവസ്ത്രവും ധരിച്ച് വന്നു നിൽക്കുന്നത് മറ്റാരുമല്ല, എസ്തേറാണ്. എസ്തേർ ഇന്ന് വന്നു നിൽക്കാൻ കാരണം എന്താണ്? അവൾ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് രാജാവിനെ മുഖം കാണിക്കാൻ വന്ന ഒരു ദിവസമാണിന്ന്. അവൾ പ്രാകാരത്തിൽ വന്നു നിന്നു എന്ന് പറഞ്ഞാൽ പ്രാകാരം പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. അപേക്ഷയുമായി വരേണ്ടത് ഒരു വിധവയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് കടന്നു വരേണ്ടത്. എന്നാൽ അതിന് പകരമായി ഇതാ രാജ്ഞി തന്നെ രാജവസ്ത്രം ധരിച്ച് രാജാവിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം നാം രാജസന്നിധിയിൽ ചെന്ന് അപേക്ഷയുമായി നിൽക്കുന്ന ദിവസമാണെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ തിരുസന്നിധിയിൽ നിന്ന് ആ പൊൻ ചെങ്കോൽ നീട്ടുന്ന ദിവസം ഒന്ന് കാണുവാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഈ പ്രാരംഭ സമയത്തിൽ തന്നെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ, രാജസന്നിധിയിൽ മുഖം കാണിപ്പാനായി തിരുസന്നിധി ഹാജരായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മുന്നിലേക്ക് നീട്ടുന്ന പൊൻ ചെങ്കോൽ ഒന്ന് തൊടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നു? അവൻ പൊൻചെങ്കോൽ നീട്ടിയാൽ നിനക്കൊന്ന് തൊടാം. തൊട്ട് കഴിഞ്ഞാൽ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അപേക്ഷ എന്ത്? നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിന്റെ പാതിയോളമാണെങ്കിലും ഞാൻ നിനക്ക് തരാം. ദൈവമക്കളെ, ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും വ്രതാവായി പോകില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ന് തിരുസന്നിധിയിലേക്കൊന്ന് മുഖം കാണിപ്പാനായി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഒന്ന് പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഞാൻ ഇന്ന് ചെല്ലും. എന്റെ ക്രമം അനുസരിച്ചല്ലെങ്കിലും ഞാൻ ഇന്ന് മുന്നോട്ട് ചെല്ലും എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനവുമായി ഒന്ന് മുന്നോട്ട് നീങ്ങിയാൽ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജയം കാണാൻ പോകുകയാണ്. നീ മിണ്ടാതിരുന്നാൽ, ഇന്ന് തിരുസന്നിധിയിൽ വന്നിട്ട് ഒന്നും മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഗ്രഹവും എല്ലാം നശിച്ചു പോകും. യഹൂദിന് രക്ഷ വേറെ എവിടുന്നെങ്കിലും വരും. നിന്റെ ജീവിതത്തിന്, നിന്റെ കുടുംബത്തിന് ഒരു വിടുതൽ വേണമോ? നിന്റെ തലമുറയ്ക്ക് ഒരു ജയം വേണമോ? ഹല്ലേലൂയ, മൗനമായിരിക്കണ്ട. ഇന്ന് രാജ തിരുസന്നിധിയിൽ വരുന്ന ദിവസമാണ്. ഇന്ന് രാജ തിരുസന്നിധിയിലേക്ക് മുഖം കാണിപ്പ പ്രാകാരത്തിൽ വന്നു നിൽക്കുന്ന നിന്നെ കാണുന്ന ഒരു രാജാവുണ്ട്. അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിന്നെ കണ്ട് നിന്നെ അംഗീകരിച്ച് നിന്റെ നേരെ ചെങ്കോൽ നീട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, വിശ്വാസത്തോടെ വിളിച്ചു പറയുകയാണ്, ഇന്ന് വിജയത്തിന്റെ ദിവസമാണ്. ഗ്ലോറി, ഇന്ന് ജയത്തിന്റെ ദിവസമാണ്. ഇന്ന് വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് മറ്റൊന്നുമല്ല, വ്യക്തിപരമായി ഓരോരുത്തരോടുമുള്ള ദൈവിക ദൂതറിയിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് പറഞ്ഞ് സംസാരിച്ച ദൂതുകൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹത്തോടെ ഇരിക്കുന്ന വ്യക്തി നിനക്ക് ഇന്ന് നിശ്ചയമായും ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഗ്ലോറി, ശത്രുവിന്റെ നിഗ്രഹം നടക്കുന്ന ദിവസമാണ്. നിനക്കെതിരെ പോരാടുന്ന, നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന, നിന്റെ പിതൃഭവനത്തിനെതിരെ പോരാടുന്ന ചിലതിനെ ദൈവം തൂക്കിക്കളയുന്ന ദിവസമായി മാറാൻ പോകുകയാണ്. വിധി പുറപ്പെടാൻ പോകുക. നീ വിരുന്നൊരുക്കിക്കോ. നൃത്തം നിനക്ക് വീണ്ടും കൊണ്ടുവരാൻ കഴിയും. വിലാപമെല്ലാം ഒന്ന് മാറട്ടെ. വിലാപമെല്ലാം മാറ്റിയിട്ട് നിന്റെ ഭവനത്തിനകത്ത് വിരുന്നൊരുക്കി രാജാവ് ഒരുമിച്ചിരുന്ന് നീ വിരുന്ന് കഴിക്കുന്ന ദിവസമാണെന്ന്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന നിന്റെ വേദനകൾ, നിന്റെ വിഷമങ്ങൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ ക്ലേശങ്ങൾ എല്ലാറ്റിനും പരിഹാരം വരുത്തുന്ന ദിവസമായി ഇന്ന് തിരുസന്നിധിയിൽ വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് ഇന്ന് നമ്മളോട് പറയാനുള്ള ദൂത്? കർത്താവിന് നമ്മളോട് പറയാനുള്ള ദൂതുണ്ട്. ഞാൻ പ്രാരംഭമായി ഒരു തിരുവചന ഭാഗം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 29. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്തു നിന്ന് 4 നങ്കൂരമിട്ടു നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. നിന്റെ ആഗ്രഹം എന്താ? നിന്റെ അപേക്ഷ എന്ത്? രാജ്യത്തിന്റെ പാതിയോളമാണെങ്കിലും തരാമെന്നാ രാജാവ് പറഞ്ഞത്. എന്നാൽ ഞാൻ വായിച്ച തിരുവചന ഭാഗത്ത് ഒരു വലിയ കൂട്ടം ആളുകൾ നടുക്കടലിലായിരിക്കുക, പ്രതിസന്ധി രൂക്ഷമായിരിക്കുക. നമുക്കറിയാം, പൗലോസിന്റെ റോമയിലേക്കുള്ള യാത്രയാണിത് എന്ന് നമുക്കറിയാം. 300ഓളം വരുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഈ കപ്പലിൽ സഞ്ചരിക്കുന്നുണ്ട്. വന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പാറസ്ഥലങ്ങളിൽ പോയി ഇടിക്കുമെന്ന രീതിയിലേക്ക് കൊടുങ്കാറ്റ് കപ്പലിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 4 നങ്കൂരമിട്ട് ഒരു വിധത്തിലും ഇളകാത്ത വണ്ണം 4 വശത്തേക്കും പോകാതെ ഉറച്ചു നിൽക്കത്തക്ക വണ്ണം ക്രമീകരണങ്ങളെല്ലാം ചെയ്തെങ്കിലും
അവരുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം? നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന് പറയാനുള്ള വിഷയം അതാ. നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് ചിലത് പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്താ നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇരുട്ട് വ്യാപരിച്ചിരിക്കുക, ചില അന്ധകാരങ്ങൾ വന്ന് കയറിയിരിക്കുക. കുറച്ചു ദിവസങ്ങളായി വന്നിരിക്കുന്ന ചില അന്ധകാര ശക്തികൾ, ചില ദുഃഖത്തിന്റെ അനുഭവങ്ങൾ, തളം കെട്ടി നിൽക്കുന്ന ചില വിഷയങ്ങൾ. അതിന്റെ മധ്യത്തിൽ കർത്താവ്, എനിക്കൊരു സ്വസ്ഥത വേണം, എനിക്കൊരു പ്രഭാതം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഒരു വെളിച്ചം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഓ ഹല്ലേലൂയ, ഭാരപ്പെടുന്നവരോട് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി നിനക്ക് വേണ്ടി ഉദയസൂര്യനായവൻ, ഉദയ നക്ഷത്രമായവൻ, അവൻ നിനക്ക് വേണ്ടി ഉദിച്ച് നിനക്കൊരു പ്രഭാതം ഒരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അമാവാസിയുണ്ട്, പൗർണമാസിയുണ്ട്. അമാവാസിയിലും പൗർണമാസിയിലും ഒരുപോലെ കാഹളം ഊതാൻ പലപ്പോഴും കഴിയാറില്ല. ചിലർ പൗർണമാസിയിൽ കാഹളം ഊതും, അന്ന് സന്തോഷ ദിനമാ, ആഘോഷമാ. എന്നാൽ അമാവാസി ദിനമുണ്ട്, ഇരുട്ടിന്റെ ദിവസമാ, അന്ധകാരത്തിന്റെ ദിവസമാ, സന്തോഷമില്ലാത്ത ദിവസമാ, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, ഉറക്കം കെടുത്തിക്കളയുന്ന ചില രാത്രികളാ. നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ചില അനുഭവങ്ങൾ മുന്നിൽ നിൽക്കുമ്പോ ഇന്ന് വ്യക്തമായി പറയാ, നിന്നോടുള്ള ദൂത വ്യക്തിപരമായി ഇടപെട്ട് പറയുക, നിന്റെ പ്രശ്നം എന്റെ ദൈവം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അടിക്കുന്ന കാറ്റിനെ മാറ്റിക്കൊണ്ട് നിന്നെ ഒരു തുറമുഖത്തെത്തിച്ച് നിനക്കോ നിന്റെ കൂടെയുള്ളവർക്കോ, നീയോ നിന്റെ വീട്ടിലുള്ളവർക്കോ ഓരോ ദോഷവും പറ്റാതെ വണ്ണം പരിപാലിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതകരം നിനക്ക് വേണ്ടി ചലിക്കുന്നു എന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ തകരില്ല. സ്തോത്രം. എന്റെ കുടുംബം തകരില്ല. എന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം വരും. ഞാൻ നിരാശനായി പോകേണ്ടി വരില്ല. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം വരുത്താൻ കഴിയുന്ന ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ അടുക്കൽ ഒരു അമ്മ വന്നു, ഒരാഗ്രഹവുമായി വന്നതാ. മർക്കോസിന്റെ സുവിശേഷം 10:36. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവ് നമ്മളോട് ചോദിക്കുക വ്യക്തിപരമായിട്ട്. പ്രാകാരത്തിൽ വന്നു നിൽക്കുന്നവരോട്, പ്രാർത്ഥനയിൽ അവന്റെ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്നവരോട് യേശു ചോദിക്കുന്നു. ആരൊക്കെ ഇരിക്കുന്നുവോ എല്ലാവരോടും ചോദിക്കുക, മാറി മാറി ചോദിക്കുക, ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുക, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പറയേണ്ട സമയമാണ്. ഒരു നിമിഷം തരികയാ. നിന്നെ അലട്ടുന്ന, ഹല്ലേലൂയ, നേരം വെളുക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രതികൂലമിട്ട് പ്രശ്നമിട്ട് പോരാടുന്ന എല്ലാ വിഷയങ്ങളും എന്താണോ അവിടെ എന്റെ കർത്താവിനെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? കാരണം ഈ വിഷയത്തിൽ, നിന്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന, സഹായിക്കാൻ കഴിയുന്ന, നിന്നെയൊന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആരുമില്ലെന്ന് തിരിച്ചറിയുക. ഒരാൾക്ക് മാത്രം കഴിയും, അത് യേശുവാ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം. അതാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവെ, നീ ഇത് എനിക്ക് വേണ്ടി ചെയ്തു തന്നേ പറ്റൂ. അമ്മയ്ക്ക് പറയാനുള്ളത് വേറൊന്നല്ല, എന്റെ മക്കൾക്ക് വേണ്ടി അങ്ങ് ചിലത് ചെയ്യണം. എന്റെ മക്കൾക്ക് വേണ്ടി പറയാനുണ്ടോ? എന്റെ മക്കൾക്ക് വേണ്ടി ചിലത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് പറഞ്ഞാട്ടെ, യേശു നിന്നോട് ചോദിക്കുന്നു. യേശു വ്യക്തിപരമായി ഇടപെട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? പറയുക. ഇന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഒരു നിമിഷം കൂടെ വേർതിരിക്കുകയാണ്. ഒന്ന് ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞൊന്ന് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പ നിമിഷം ഒന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവേ, എന്റെ ആഗ്രഹം ഇതാ, എന്റെ അപേക്ഷ ഇതാ. ഹല്ലേലൂയ. എന്റെ മക്കൾക്ക് വേണ്ടി കർത്താവേ ഇന്ന് ചെയ്തു തരുവാൻ അങ്ങല്ലാതെ കഴിയില്ല. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്, ഉന്നതർക്ക് കഴിയാത്ത ചില വിഷയങ്ങൾ, അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതകരം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയണം, കർത്താവേ, അങ്ങയുടെ മഹത്വം എന്റെ തലമുറയിൽ വെളിപ്പെടുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മഹത്വം എന്റെ തലമുറയിൽ, എന്റെ കുടുംബത്തിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? അങ്ങനെയെങ്കിൽ നിശ്ചയമായും നിന്റെ ആഗ്രഹം നിനക്ക് നൽകും. വാഗ്ദത്തം പറയട്ടെ,
കേട്ടോണേ, ചാടി പിടിക്കാൻ തോന്നുന്നവർക്ക് ചാടി പിടിച്ചോളാം. വാക്തത്വം പറയാൻ പോകുക. 21 സങ്കീർത്തനം 2 വാക്യം. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. അല്പനിമിഷം മുമ്പ് നിന്റെ അധരത്തിൽ നിന്ന് വീണ പ്രാർത്ഥന ഗ്യാരണ്ടിയോടെ പറയുക, എന്റെ ദൈവം നിഷേധിക്കുന്നില്ല. ദൈവം നിഷേധിക്കുന്നില്ലെന്ന് നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പ്രാർത്ഥന, ആ യാചന, ആ അപേക്ഷ എന്റെ ദൈവം കേട്ടിരിക്കുന്നു. എന്നിട്ട് പറയാ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അത് നമ്മൾ ഏറ്റെടുത്ത് പറഞ്ഞേ. ഇപ്പോൾ തന്നെ പറഞ്ഞാട്ടെ, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഒരു എക്സ്റ്റൻഷൻ ചോദിച്ചത്, ഒരു വിടുതൽ ചോദിച്ചത്, ഒരു നന്മ ചോദിച്ചത്, ഒരു അനുഗ്രഹം ചോദിച്ചത്, ഒരു വിടുതൽ ചോദിച്ചത്, എന്തുമാകട്ടെ, ആ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇപ്പോൾ തന്നെ നിനക്ക് നൽകിയിരിക്കുന്നു. അപേക്ഷ നിഷേധിക്കാത്ത നാം സേവിക്കുന്ന എന്റെ ദൈവം, സ്തോത്രം, അത് നിനക്ക് തരും. എസ്തറിന്റെ പുസ്തകം 7:2 ഇങ്ങനെ പറയുന്നുണ്ട്, രാജാവ് ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? നീ ചോദിക്കുന്ന കാര്യം അത് നിനക്ക് ലഭിക്കും. 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 9 അധ്യായം 2 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? ഇന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മ അവസാനിക്കുന്നതിന് മുമ്പ് ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ, വചനം എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ മധ്യേ ഇന്ന് ജീവിക്കുന്നു. അവൻ രാജാതി രാജാവ്, അധികാരത്തിന്റെ പൊൻചെങ്കോലുള്ളവൻ എന്റെ ദൈവമാകയാൽ അവൻ നമ്മുടെ നേരെ നീട്ടിരിക്കുന്ന പൊൻചെങ്കോലിന്മേൽ ഒന്ന് തൊട്ടാട്ടെ. എത്ര പേർ വിശ്വാസത്തോടെ തൊടും? ഒരു രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ച വിഷയത്തിന് വിടുതൽ ലഭിച്ച്, സമാധാനം ലഭിച്ച്, സ്വസ്ഥത ലഭിച്ച് മുന്നോട്ട് പോയെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ നേരെ നീട്ടിരിക്കുന്ന ചെങ്കോൽ എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവൻ, ആധിപത്യം തോളിലേന്തിയവൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അവൻ നീട്ടിയിരിക്കുന്ന പൊൻചെങ്കോലുമേ ഒന്ന് വിശ്വാസത്തോടെ തൊട്ടാട്ടെ. ഞാനിപ്പോൾ തൊടുന്നു. യേശുവിന്റെ നാമത്താലുള്ള ശക്തി എന്നിലേക്ക് പ്രസരിക്കട്ടെ, എന്റെ കുടുംബത്തിലേക്ക് പ്രസരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ എന്റെ കരങ്ങളെ നീട്ടി. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ നീട്ടുവാൻ കഴിയുന്നവർ കരങ്ങളെ നീട്ടിക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വാസത്തോടെ, കർത്താവേ, ഞാൻ തൊടുന്നു. എന്റെ അപേക്ഷ നിരസിക്കാതെ, എന്റെ യാചന നിരസിക്കാതെ, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാട്ടെ. ഹല്ലേലൂയ. 145 സങ്കീർത്തനം 19 വാക്യത്തിലും ആവർത്തിച്ച് നമുക്ക് വാക്യത്തിൽ ലഭിക്കുന്നുണ്ട്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. സന്തോഷത്തോടെ പറയട്ടെ, എന്നത്തെ പോലെയല്ല ഇന്ന്. ഈ പ്രാർത്ഥനയുടെ പേര് ഉപവാസ പ്രാർത്ഥന എന്നാ. ഒരു ഭക്തിയുള്ളവന് മാത്രമേ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറ്റൂ. അല്ലാത്തവന് ഇത് പുച്ഛമാണെന്നേ. ഉപവാസം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ധാരാളം പേരുള്ള ഒരു കാലഘട്ടമാണ്. എന്തിനെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നവരും ഉപേക്ഷിക്കുന്നവരും ധാരാളമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ഭക്തിയോടെ തിരുസന്നിധിയിൽ വന്ന ദൈവമക്കളോട് പറയുക, നിന്റെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക, ഇത് ദൈവിക ദൂത. ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഗ്ലോറി, 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 ഗ്ലോറി. എനിക്ക് അല്പനിമിഷം തുള്ളിച്ചാടി ആരാധിക്കാൻ തോന്നുക. കാരണം എനിക്ക് ലഭിച്ച ഒരു പ്രോമിസ് ആയിട്ട് ഞാൻ എടുക്കുക. എന്റെ ആഗ്രഹം സാധിക്കാൻ പോകുക. ദിവസങ്ങളായി മനോവിഷമം വിട്ടുകൊണ്ട്, ഭാരം വിട്ടുകൊണ്ട്, എന്താകും, എങ്ങനെയാകും, ഇതിന്റെ ഒരു പരിഹാരമില്ല എന്ന് ചോദിച്ചുകൊണ്ട് ക്ലേശം വിട്ടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്, എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവെ, തിരുസന്നിധിയിൽ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്ന എന്നെ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അപ്പാ, ഇവിടെ വാക്തത്വം കേട്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ആഗ്രഹം സാധിപ്പിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നൽകിത്തരും. ഇത് ദൈവത്തിന്റെ വാക്തത്വമാണ്. 37 സങ്കീർത്തനം 4 വാക്യം നിങ്ങൾക്ക് പരിചയമുള്ളതാ. അതിനൊരു റൂള് പറയുന്നുണ്ട്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ഈ സമയമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്.
തിരുസന്നിധി സന്തോഷമായി തോന്നുന്ന എത്ര പേരുണ്ട്? ഒന്നും കൂടെ ഞാൻ പറയട്ടെ, തിരുവചനം അണ്ണാക്കിന് എത്ര മധുരം, തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതെന്ന് തോന്നുന്നത്. എന്തോ വിളിച്ചു പറയുന്നതെന്ന് തോന്നാതെ, ഇതൊരു മാധുര്യമുള്ള തിരുവചനമാ. എനിക്ക് ആവശ്യമുള്ള ദൂത, എന്റെ കുടുംബത്തിന് വേണ്ടുന്ന ദൂത എന്ന് തോന്നി ഒരു മാധുര്യം രുചിച്ചറിയുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കതിലൊരു രസം തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിതിന്റെ ബാക്കി ഭാഗം കൂടെ കേൾക്കണം. ഞാൻ ഏകാഗ്രതയോടെ ഇരിക്കട്ടെ, പ്രാർത്ഥനയോടെ ഇരിക്കട്ടെ എന്ന് നിന്റെ ഹൃദയത്തിൽ തോന്നുന്നു എങ്കിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകി തരും. ഒരെണ്ണം കൂടെ ഞാൻ പറയാം, അതിനുശേഷം ഇതിന്റെ ഗഹനമായ ഭാഗങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 10-13 വാക്യത്തിലേക്ക് വരാം. 1 രാജാക്കന്മാർ 10:13. ശലോമോൻ രാജാവ് സ്വമേധയാ ശേബാരാജ്ഞിക്ക് രാജ്യ ഔചിത്യം പോലെ കൊടുത്തത് കൂടാതെ അവൾ ആഗ്രഹിച്ച് ചോദിച്ചതുമെല്ലാം ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു. രാജാവിനെ കാണാൻ ചെന്ന ശേബാരാജ്ഞിക്ക് രാജാവ് സകലവും കൊടുക്കുന്നവനാ. എങ്ങനെ കൊടുക്കുന്ന പറഞ്ഞതറിയോ? രാജാവ് കൊടുക്കുന്നത് ഒരു രാജകീയ പദവിക്ക് യോഗ്യമാവണ്ണമാ. രാജ ഔചിത്യം പോലെ രാജാവിനൊരു മാനമുണ്ട്, ബഹുമാനമുണ്ട്, അന്തസ്സുണ്ട്, അവന്റെ ഒരു ശ്രേഷ്ഠതയുണ്ട്. അതിന് തക്കവണ്ണം കൊടുത്തു. ഇനി അത് മാത്രമല്ല, ഈ കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നിയിട്ട് ശേബാരാജ്ഞി ചിലത് ചോദിച്ചു, എനിക്കത് വേണം, എനിക്കിത് വേണം, തരുമെന്ന്. ഇവിടെ പറയാണ്, അവൾ ആഗ്രഹിച്ച് ചോദിച്ചതല്ല, അവൾ ആഗ്രഹിച്ച് ചോദിച്ചു. ചിലതൊക്കെ വേണം. ഇന്ന് കർത്താവ് കഴിഞ്ഞ നാളുകളിൽ കുറെ നന്മ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയാൽ ഔചിത്യം പോലെ രാജകീയമായി ജീവിപ്പാൻ വേണ്ടുന്ന, രാജകീയമായി നിന്നെ ഒരു ബൈബിൾ ടൈം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നിന്നെ നടത്തിയ വിധങ്ങളെന്ന് ഓർത്തേ. അത് മതിന്ന് നീ പറയണ്ട, അത് ദൈവത്തിന്റെ ഹിതമാണ്. കൂട്ടുകാരിൽ പരമായി നിന്റെ സമപ്രായക്കാരെ, നിന്റെ കൂടെ പഠിച്ചവരെ, നിന്റെ പല ബന്ധുക്കളെ, ചാർച്ചക്കാരെയൊക്കെ അപേക്ഷിച്ച് നിന്നെ നടത്തിയ വിധങ്ങൾ ഒരു ആനന്ദ തൈലം കൊണ്ട് വേണ്ടുന്ന നന്മകളുടെ കുമ്പാരം തന്നിട്ട് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് ചിലത് ചോദിക്കാനുണ്ട്. അതിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ ഇടപെടല്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. ആഗ്രഹിച്ച് ചോദിക്കുന്ന ചില വിഷയങ്ങൾ അതും കർത്താവ് തരാൻ പോകും. രാജാവ് തരുന്നതാണ് പറഞ്ഞത്. ഞാൻ ആ പദം ഒന്നുകൂടെ എടുത്തു പറയട്ടെ. രാജാവ് അവൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിപരമായ ഒരു ദൂത് പറയുകയാണ്. ഈ ദൂത് സഹോദരിമാർക്കുള്ള ദൂതാ. ഏതോ ഒരു സഹോദരിക്ക് ഒത്തിരി നന്മ ലഭിച്ചിട്ടുണ്ട്, ശരിയാ. പക്ഷെ അവളുടെ ആഗ്രഹത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചു മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിൽ നിന്ന്. ഇത് ലഭിച്ചാലേ എനിക്ക് പൂർണ്ണ സന്തോഷം ലഭിക്കുകയുള്ളൂ. എനിക്കൊരു തൃപ്തി വരണമെങ്കിൽ, അങ്ങയുടെ മഹത്വം ഒന്ന് വെളിപ്പെട്ട് കാണണമെങ്കിൽ എനിക്കിത് ഇന്നത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ ചോദിച്ചാട്ടെ. പ്രിയ സഹോദരി, നിന്നോടുള്ള ദൂത, നിന്നോടുള്ള വ്യക്തിപരമായ ദൂത. ഈ ദൂതിൽ നീ അപേക്ഷിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ട്. യെസ്, ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു ദൈവിക അഭിഷേകം എന്നിൽ പകരപ്പെട്ട് പരിശുദ്ധാത്മാവിന് നിയോഗം ലഭിച്ച് വിളിച്ചു പറയുന്നുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുക, നീ ചോദിക്കുന്നതെല്ലാം, ആഗ്രഹിച്ച് ചോദിച്ചതുമെല്ലാം, ഒന്നല്ല എല്ലാം, എത്ര വിഷയമുണ്ടോ എണ്ണി പറഞ്ഞോ, അത് എല്ലാം രാജാവ് ഇന്ന് നൽകാൻ പോവുക. രാജാവ് ഇവിടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെ നീ വിശ്വസിക്കുന്നില്ല എന്ന് എനിക്ക് നിന്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. എന്താ കാരണം എന്നറിയാമോ? രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഇത്രയും നേരം ശക്തമായി രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടും നിന്റെ വാ തുറന്നൊരു സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ രാജാവിന്റെ തിരുസന്നിധി നീ തിരിച്ചറിഞ്ഞില്ല. രാജകീയ സാന്നിധ്യം നീ മനസ്സിലാക്കിയിട്ടില്ല. അതാ പരാജയം. ഇന്ന് തിരുത്തണം. ഇപ്പോൾ തൊട്ട് തിരുത്തിയാട്ടെ. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലം. മൗനമായിരുന്ന് കേൾക്കാനുള്ള ദൂതല്ല ഇത്. സ്തുതിച്ച് മഹത്വം കരേറ്റി. ഹല്ലേലൂയ. രാജാവിന് മഹത്വം കൊടുക്കുന്ന ഗ്ലോറി. ഹല്ലേലൂയ.
സ്തുതിച്ച് ആരാധിച്ച് ആ സാന്നിധ്യ ബോധം മനസ്സിലാക്കിക്കൊണ്ട് ഗ്ലോറി ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കേണ്ട സമയമാണ്. അങ്ങനെയെങ്കിൽ ആഗ്രഹം നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഒരു വാക്യം കൂടെ പറഞ്ഞോട്ടെ. ഭക്തന്മാരുടെ ആഗ്രഹം സാധിക്കും. എന്താ ഭക്തന്റെ ആഗ്രഹം? ഒരു നീതിമാന്റെ ആഗ്രഹം എന്തായിരിക്കും? ഞാൻ പറയാം എന്തായിരിക്കും എന്ന്. സദൃശവാക്യം 11:23 അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സദൃശവാക്യം 11:23 നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് സാധിക്കാൻ പോകുന്ന ദൈവം സാധിപ്പിച്ചു തരുന്ന എല്ലാ ആഗ്രഹങ്ങളും അതിൽ ദൈവിക നന്മയാണെന്ന് വ്യക്തമാക്കിയാണ്. ദൈവിക സാന്നിധ്യം വ്യക്തമാക്കുന്ന ദൈവകരം നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇടപെട്ട് പ്രവർത്തിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്മയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നന്മ, എല്ലാം നന്മയാ. ഈ തിരുവചനം പറയുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചന നൈപുണ്യന്മാരും വചനത്തിൽ പാണ്ഡിത്യമുള്ളവരും ഹൃദയത്തിൽ ഒരു ഞരക്കം കൊണ്ടായിരിക്കും കേൾക്കുന്നത്. കാരണം ഒരു കൽപ്പന കിടക്കുന്നുണ്ട്, ശക്തമായ ഒരു കൽപ്പന കിടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മോഹിക്കരുത്. തെറ്റാണെന്നേ. മോഹം ഒരു പാപമാ. അവിടെയാണ് ഗഹനമായ ഒരു സബ്ജക്റ്റ് കിടക്കുന്നത്. മോഹവും ആഗ്രഹവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയണം. മോഹിക്കരുത്, അത് പാപമാ. എന്നാൽ നിന്റെ ആഗ്രഹം അത് രണ്ടും രണ്ടാണ്. വേദപുസ്തകം അതിന് രണ്ടും രണ്ടായി തന്നെ കാണിച്ചിട്ടുണ്ട്. മോഹം വേറെ, ആഗ്രഹം വേറെ. അതൊന്ന് വിശദമായി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഞാൻ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. മോഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. എന്താണ് മോഹം? യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും. ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനെ വല്ലാതെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ചിന്തയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. മോഹങ്ങളിൽ ചെലവിടേണ്ടതിനെ ചിന്തിക്കുന്ന ചില ചിന്തകൾ, അത് മോഹമാണ്, അത് പാപമാണ്. അതിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഒന്നും കൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ പറയാം, നമ്മുടെ ഇച്ഛകളിൽ പാപത്തിന്റെ ലാഞ്ചനകൾ ഉണ്ടെങ്കിൽ അത് മോഹമാണ്. ഭക്തന്റെ നീതിമാന്റെ ആഗ്രഹം നന്മയാണെന്നേ, അല്ലാതെ പാപം ചെയ്യലല്ല. പാപത്തിന് അതിൻ്റെതായ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുമെന്ന് ചിന്തിച്ച് പാപം ചെയ്യാൻ വ്യഗ്രതപ്പെട്ടുകൊണ്ടുള്ള ഇച്ഛകൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിന്റെ പേര് മോഹമെന്ന, അത് പാപമാണ്. ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം, മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വസ്തുക്കൾ അവർ ചിലതിനോട് നമുക്ക് തോന്നുന്ന താല്പര്യമുണ്ടല്ലോ, അത് മോഹത്തിന്റെ പരിധിപ്പെടും. അത് ദൈവം സാധിപ്പിക്കില്ല, അത് പാപമാണ്. അതുകൊണ്ടാണ് മോഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞത് കൂട്ടുകാരന്റെ യാതൊന്നും മോഹിക്കരുത്. ഒന്നും കൂടെ എടുത്തു പറഞ്ഞു, അതിൽ ജഡീക ചിന്തകൾ വരാതിരിക്കേണ്ടതിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. ആ സൗന്ദര്യം കെട്ടിട്ടോ, ഇതൊന്നും അംഗീകരിക്കുന്നതല്ല, അതൊക്കെ പാപമാണ്. എന്നാൽ ഭക്തന്റെ ആഗ്രഹം എന്റെ കുടുംബം നിലനിൽപ്പാൻ, എസ്തർ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹങ്ങളൊന്നും മോഹമല്ല, അതെല്ലാം ആഗ്രഹങ്ങളാണ്. അത് കണ്ടില്ലെന്ന് നടിക്കുന്നവരല്ല നമ്മുടെ രാജാതി രാജാവ്. അതിന്റെ മധ്യ ചെങ്കോൽ നീട്ടാതിരിക്കില്ല, നീ നിഷേധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നിശ്ചയമായി ആഗ്രഹങ്ങൾ നമുക്ക് പറയാം. മോഹങ്ങൾ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കില്ല. ആ മോഹങ്ങളുമായി കൊണ്ടു നടന്നാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപത്തിന്റെ ശമ്പളമായ മരണശിക്ഷയാണ് അനുഭവിക്കാൻ പോകുന്നത്. എന്നാൽ മോഹങ്ങൾ മരിപ്പിക്കാൻ വളരെ പാടുണ്ട്. മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ധാരാളം വരാം. ചിലരുടെ നന്മ കാണുമ്പോൾ അതുപോലെയുള്ളത്, അങ്ങനത്തെ ഒന്ന്, അതിലും വലുതൊന്ന് എന്നൊക്കെ പറയുന്ന മോഹങ്ങൾ ഉണ്ടാകാം. തിരുസന്നിധിയിൽ അതിനെ ദഹിപ്പിച്ച് കളയണം. എന്നാലാ നീ ഒരു ഭക്തനാകുള്ളൂ, എന്നാലാ നീ ഒരു നീതിമാനാകുകയുള്ളൂ. ഹല്ലേലൂയ. എങ്കിലേ നിനക്ക് യഹോവയിൽ തന്നെയുള്ള രസം വരികയുള്ളൂ. ലോകമോഹങ്ങളുള്ള രസം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ ഒരു വിടുതൽ പ്രാപിക്കട്ടെ. ഇനി ഞാൻ വിഷയത്തിലേക്ക്, ഗൗരവമായ വിഷയങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നാം ആഗ്രഹിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ സന്ദേശത്തിന് വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ആഗ്രഹിക്കേണ്ട 7 കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ മോഹങ്ങളല്ല കൊണ്ടുവരേണ്ടത്, ആഗ്രഹങ്ങളാണ്. ഏതൊക്കെ ആഗ്രഹങ്ങളാണ്?
വായിക്കാം. സദൃശവാക്യം 7-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. സദൃശവാക്യം 7-14-15 വാക്യങ്ങൾ. എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന കഴിച്ചിരിക്കുകയാണ്. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഞാൻ ഇന്നത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നേരുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളൊരു ദൂതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചു. കർത്താവിനൊന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും എന്ന് പറയുന്ന പാട്ടുകളൊക്കെ ഭക്തന്മാർ പാടുമായിരുന്നു. ഇന്ന് അങ്ങനത്തെ പാട്ടുകളൊന്നും ഇല്ലെന്നേ. ഇന്ന് പലർക്കും ആ താല്പര്യങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വാഞ്ച വേണം, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം. നമ്മളെല്ലാവരും കാണില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിനെ താൻ ഇരിക്കും പോലെ തേജസ്സേറിയ പൊന്മുഖം ഒന്ന് കാണണമെങ്കിൽ എല്ലാവർക്കും കഴിയില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ തേജസ്സുമേൽ തേജസ് പ്രാപിച്ചവർക്കേ കഴിയുള്ളൂ. ഹല്ലേലൂയ. തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് തേജോമയനായ ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ പൊന്മുഖം വ്യക്തമായി ഒന്ന് കാണാൻ കഴിയുള്ളൂ. ചിലർ അവിടെ നിത്യ ലജ്ജയ്ക്കായി ചെല്ലും. അത് എപ്പോഴാന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ചെന്നിട്ടും സ്വർഗീയ രാജാവിനെ മുഖമായി ഒന്ന് കാണാൻ പറ്റിയില്ലെങ്കിലത്തെ ലജ്ജ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാൻ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. സ്വർഗീയ രാജാവ് തേജസ് സമ്പൂർണനാണ്. അങ്ങ് നോക്ക്, സൂര്യനെ വെല്ലുന്ന തേജസ്സിലിരിക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവ്. ഞാൻ ചെല്ലുന്നു, കാണണമെങ്കിൽ ആ തേജസ്സിന്മേ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല. സാറാഫുകൾക്ക് പോലും പറ്റാതെ അവർ രണ്ടു കൊണ്ട് മുഖം മറക്കുകയായിരുന്നു. രണ്ട് ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ അവസരം ഉണ്ടെന്നാ പറഞ്ഞു. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോ എനിക്ക് തേജസ് നമ്മുടെ തലയിലേക്ക് അവൻ വെച്ചു തരും. തേജസ്സിന്റെ കിരീടങ്ങൾ, വാടാത്ത കിരീടങ്ങൾ, നീതിയുടെ കിരീടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു തേജസ്സിന്റെ കനമുണ്ട്. അവനെപ്പോലെ നാം ആകുവാൻ അവൻ നൽകുന്ന തേജസ്. എന്നാൽ ഇവിടെ കൃപ വിട്ട, ദൈവഹിതം വിട്ട, ദൈവത്തിന് അനുകൂലമായി ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ, തേജസ്സൊന്നും പ്രാപിക്കാൻ കഴിയാതെ, നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ദൈവനാമത്തിന് വേണ്ടി അവന്റെ തിരുസനയിൽ നിൽപ്പാൻ ഇടിവിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ലഭിക്കുന്ന ചില തേജസ്. അങ്ങനെ നാം പ്രാപിച്ച തേജസ്സിന്റെ ഘനമെല്ലാം അവിടെ വെച്ച് പ്രാപിക്കുമ്പോ, ഒന്നുകൂടെ പറഞ്ഞാൽ, കഷ്ടത അനുഭവിക്കുമ്പോ, ദുരിതം അനുഭവിക്കുമ്പോ, ക്രിസ്ത്യാനിയായിട്ട് നിന്ന് സഹിക്കുമ്പോൾ, ആ നാമനിമിത്തം അനുഭവിച്ച അപമാനത്തിനെല്ലാം നിത്യജയസിന്റെ കനം ലഭിക്കുമെന്ന് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞതിന് കാരണം അതാ. അതിന്റെ പേരിലുള്ള തേജസ്സിന്റെ കനം നമ്മുടെ തിരുസിലേക്ക് നിറഞ്ഞു വരും. ആ തേജസ് നിറഞ്ഞ് സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ആ പൊന്മുഖത്തേക്ക് ഒന്ന് നോക്കാൻ കഴിയും. അവനെ കാണാൻ പറ്റും. ആ മുഖം കാണാൻ, കണ്ണ് കാണാൻ പറ്റും. ആ മുഖം കാണാൻ പറ്റും. ഓ, ആ പുഞ്ചിരി ഒന്ന് കാണാൻ പറ്റുമെന്ന്. എന്നാൽ എനിക്ക് അവിടെ ചെല്ലുമ്പോ നൽകിത്തരാൻ തേജസ്സിന്റെ യാതൊന്നും ഇല്ലെങ്കിൽ, ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം മാത്രമാണ് എന്റെ ശിരസിൽ ഉദിച്ചതെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങോട്ട് മുഖം മറച്ച് തല തിരിക്കാനേ പറ്റുള്ളൂ. വെളിച്ചത്തിലേക്ക് നോക്കാനേ പറ്റില്ല. കണ്ണടഞ്ഞു പോകും. എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് നാണം കെട്ട് നിൽക്കുന്ന ഒരു ലക്ഷണം ഉണ്ടാകാം. ഇത് വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയും, എനിക്കങ്ങേ ഒന്ന് കാണണം. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ പൊന്നുമുഖം കാണണമെന്ന്. അങ്ങയുടെ തൃപ്പാദം ഒന്ന് കണ്ടിട്ട് ഒന്ന് ചുംബിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ എല്ലാ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രമാത്രം ഞാൻ മോഹിക്കുന്നുണ്ട്, അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോയിട്ട് എന്നാ കാര്യം? എന്ത് കിട്ടാനാ?
തങ്ങത്തെരുവിൽ നടക്കുന്നുണ്ട് എന്ത് പ്രയോജനം? എന്റെ യേശുവിന്റെ എനിക്ക് വേണ്ടി ജീവൻ നൽകി തന്ന എന്റെ സ്വർഗീയ പിതാവിനെ ഒന്ന് കാണുവാൻ ആ തൃപ്പാദത്തിൽ ചുംബിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം പരാജയമാണെന്നേ. പരാജയം. അതിനല്ല നാം ഓടേണ്ടത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം, വാക്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ ഭൂമി വെച്ച് സമാധാനം അനുഭവിക്കാത്തവർക്ക് അവിടെ പോയി ഒന്നും നേടാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ച് പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ളതല്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമൊക്കെ ഉണ്ടെന്നേ, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം. ഇത് ഇവിടെ വെച്ച് സ്വീകരിക്കാത്തവനാ അവിടെ പോയിട്ട് എന്നാ കിട്ടാനാ, എന്നാ തരാനാ? ഇവിടെ വെച്ച് തന്നതുപോലെ നീ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, ഇത് പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്, സമാധാനം കിട്ടാൻ എളുപ്പമല്ല. എന്താ അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തോന്നുന്നു. നമ്മൾ ചെയ്യില്ല. എന്താ നമ്മൾ ചെയ്യാത്തെന്ന് അറിയും? നമ്മൾ വചനമൊക്കെ കേൾക്കും. നമ്മെ വിളിക്കാൻ പറ്റിയൊരു പേരുണ്ട്, അത് യാക്കോബ് വിളിച്ച പേരാ, ചതിയൻ. ചതിയൻ നമ്മളെ വിളിക്കുന്ന പേരാ, ചതിയൻ. എന്താ അതിന്റെ കാരണം എന്നറിയോ? വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് അതനുസരിക്കാതെ ഇരുന്നാൽ തങ്ങളെ തന്നെ ചതിക്കുന്നവർ. നമ്മുടെ ഒരു കുഴപ്പം അതാ. ഇന്നും വചനമൊക്കെ കേട്ടു, കേൾക്ക മാത്രം ചെയ്യും, അനുസരിക്കില്ല. അതിന്റെ പേരാണ് ചതിയൻ. ഈ ചതിയന്മാർക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അവർക്ക് ഒരു കൃപയും ഒരു തേജസ്സും ലഭിക്കാൻ പോകുന്നില്ല. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം, കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? തിരുവചനം പറയുന്ന അറിയോ? നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക. ഒന്നും കൂടെ പറഞ്ഞാൽ, ഭാരമൊക്കെ വരാം, കഷ്ടമൊക്കെ വരാം, തിരുസന്നിധി വെക്കാൻ മനസ്സില്ല. തിരുസന്നിധി വെച്ചിരുന്നെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഇത്ര നീളം വർദ്ധിക്കുമോ? എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതാ, നീ ഇതുവരെ വെച്ചില്ല. കർത്താവ് പറയുന്നത്, നിന്റെ ഭാരം തിരുസന്നിധി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഭൂമിയിലെ കാര്യം ചിന്തിക്കേണ്ട, ഉയരത്തിലുള്ള ചിന്തിച്ചാൽ മതി. എന്റെ മകന്റെ കാര്യം, എന്റെ മകളുടെ കാര്യം ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ട് നടക്കാൻ ഞാനത് തിരുസന്നിധി വെച്ച് കർത്താവ് നടത്തിക്കോളും. ഫ്രീ ആയോ മനസ്സ്? എന്നിട്ട് സ്വർഗീയ കാര്യം ചിന്തിച്ചു തുടങ്ങാൻ മകനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. എപ്പോഴും അവന്റെ മുഖം കാണുമ്പോൾ അത് ഓർമ്മ വരിക, അവളുടെ മുഖം കാണുമ്പോൾ അത് ഓർമ്മ വരിക, ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരിക. ഇങ്ങനെയാണെങ്കിൽ നീ വിശ്വാസിയല്ലാതെ. ഇതാ നമ്മൾ ചതിയെന്ന് വിളിക്കാൻ കാരണം. കർത്താവ് പറയാം, നിന്നെ വിളിച്ചത് അതിനല്ല, നീ ഇരുന്ന് ദുഃഖിക്കാനല്ല, നീ സമാധാന യാഗങ്ങൾ എന്നും അർപ്പിക്കേണ്ടവനാ. എന്ന് സമാധാന യാഗങ്ങൾ അർപ്പിക്കാനുണ്ടോ വേണ്ടുന്നവരാ. നേർച്ച കഴിച്ച് ദൈവത്തെ സ്തുതിക്കണ ഒരു ആഗ്രഹം നിനക്ക് പാടുള്ളൂ. ഭക്തന്മാര് പറഞ്ഞിട്ടില്ലേ, ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഹോവയുടെ മനോഹരത്വം കാണുവാനും ഒരു മന്ദിരത്തിൽ ധ്യാനിപ്പാനും. ഒന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ, മറ്റൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. ഒരു സമാധാന യാഗങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ വചനം കേൾക്ക മാത്രം ചെയ്ത് ചതിക്കുന്നതിന് പകരം ഇന്നെങ്കിലും ആ ഭാരം ഒന്ന് അങ്ങോട്ട് വെച്ചിട്ട് നിങ്ങൾ സമാധാനപ്പെടുവോ? ഇന്നെങ്കിലും ആ ഭാരം മാറ്റി വെച്ചിട്ട് ആ ചിന്ത വിട്ടിട്ട് ഉയരത്തിലുള്ള ചിന്തയിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരുമോ? നീയൊരു വിശ്വാസിയായി മാറുക. അന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, അപ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അന്നെ ഉദാഹരണന്നേ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാനൊന്നും പോയില്ല. എനിക്ക് കിട്ടി. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പിന് എന്നാ പ്രമാണം. നമുക്ക് വിശ്വാസമൊന്നും ഇപ്പോഴും ഇല്ല. ഇനിയും പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, കിട്ടില്ല. നാളെ പ്രാർത്ഥിക്കും, വൈകിട്ടും പ്രാർത്ഥിക്കും. നിർത്ത പ്രാർത്ഥന. വിശ്വാസത്തോടെ തിരിച്ചറിഞ്ഞ് വെച്ചിട്ട് ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഇനി പ്രാർത്ഥിക്കണ്ട. ധൈര്യമുണ്ടോ? അപ്പൊ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടല്ലോ. മടുത്തു പോകാതെ നിന്റെ ഒരു വിഷയം തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിനക്ക് പ്രാർത്ഥിക്കാൻ എത്രയോ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതെല്ലാം പ്രാർത്ഥിക്കാം. എന്നാൽ ഭാരമായിരിക്കുന്ന വിഷയം തിരിച്ചു വെക്കണം. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവ് പറഞ്ഞ കാര്യം എന്ന് പറയും, നാളെ കുറിച്ച് വിചാരപ്പെടണ്ട. നമുക്കോ ഈ വിഷയത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ അവന്റെ സ്ഥിതി എന്താകുന്ന ആലോചിച്ചിട്ടാ. നാളെ അവരുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്തെന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുക. ഇത് ദൈവമക്കൾക്ക് ചേർന്നതല്ല, ദൈവമക്കൾക്ക് ചേർന്നതല്ല. അതും നിർത്തണം എന്നാ പറഞ്ഞത്. സമാധാനയാഗങ്ങൾ എനിക്കുണ്ടായിരുന്നു, അവിടേക്കൊന്ന് മടങ്ങി വരട്ടെ. വിളിച്ച സമയത്തുണ്ടായിരുന്ന സമാധാനത്തിലേക്ക്, ദൈവിക സമാധാനത്തിലേക്ക് വരട്ടെ. ആരാധനയ്ക്ക് വന്നിരിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം സമാധാനം എപ്പോഴോ പോയി. സ്വസ്ഥതയില്ല, സന്തോഷമില്ലാതെ നിരാശയുടെ മുഖവുമായി, വാടിയ മുഖമായി,
കായിന്റെ ആരാധന പോലെ ആരാധിച്ചു പോകുന്നവരോർത്ത് എനിക്ക് സങ്കട. കാരണം എന്ന് അറിയോ, നിനക്ക് ശാപം കിട്ടും. നീ ആരാധനയ്ക്ക് വന്ന് ജയം പ്രാപിക്കേണ്ടോളാം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഒന്നാമത്, നിന്നെ കാണുവാൻ ആഗ്രഹിക്കണം, ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കണം. അതിന് ഞാൻ തന്ന വിശദീകരണം മതി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോവുക. യെശയ്യാ പ്രവചന പുസ്തകം 26 അധ്യായം 9 വാക്യം. യെശയ്യാ 26:9. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. ഇവിടെ വലിയ 2-3 കാര്യങ്ങൾ കിടക്കുന്നുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട. ഒന്ന്, രാത്രി ആകുമ്പോഴേ ചിലപ്പോ ഭാരം വന്ന് കയറുക. ഉള്ളിൽ ചിന്താഭാരം വന്ന് കയറിയിട്ട് ആലോചിച്ച് കിടന്നു ഉറക്കം പോയി എന്ന് പറയാറ് രാത്രിയിലാണ്. രാത്രിയിൽ വരുന്ന വിഷമങ്ങളുണ്ട്. എല്ലാറ്റിനും കൂടെ ആലോചിച്ച് വിഷമം വന്ന് കയറിയിട്ട് ഉറക്കം വരില്ല. തിരിഞ്ഞു കിടന്നു, മറിഞ്ഞു കിടന്നു, ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും എല്ലാം കിടന്നു നോക്കി. തലയോണ ഉയർത്തി വെച്ചു, തലയോണ താത്തി വെച്ചു, പുതപ്പിട്ട് മൂടി, പുതപ്പ് മാറ്റി നോക്കി. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കുറെ നേരം വചനം കേൾക്കാന്ന് വിചാരിച്ച് അത് കേട്ടു. എന്നിട്ടും എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല എന്ന് പറയാ. ആ സമയത്താ പറയുന്നത്, രാത്രിയിൽ എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. കർത്താവേ, ഈ രാത്രിയിൽ എന്നെ ആശ്വസിപ്പാൻ എൻ്റെ തലയിൽ ശിരസിൽ ഒന്ന് തലോടുവാൻ, എന്റെ ശിരസിൽ അങ്ങയുടെ കരം വെച്ചൊന്ന് തലോടുവാൻ അങ്ങ് എൻ്റെ അടുക്കലേക്ക് വന്നാൽ എന്നൊന്ന് ആഗ്രഹിച്ചു നോക്ക്. അവൻ വരും. രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതത്തെ ഓർത്തു എന്ന് പറഞ്ഞാൽ അവൻ അടുത്ത് വരുമ്പോ ഒരു മൂളിപ്പാട്ട് കേൾക്കാൻ തുടങ്ങും. ഒരു സംഗീതം വരും, ഒരു പാട്ട് വരും, പാട്ടിന്റെ വരി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി ഞാൻ പാടുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളുണ്ട്. ചില വരികൾ ആവർത്തിച്ച് വരികയായിരുന്നു. കണ്ണുകൾ കൊതിക്കുന്നേ, ഉള്ളം തുടിക്കുന്നേ, കാന്താ നിന്റെ വരവോർത്തിട്ട്. ഹല്ലേലൂയ. ആ ഒരു കൊതിയും ഒരു ഉത്സാഹമൊക്കെ ഒന്ന് വരട്ടെ. പ്രാർത്ഥിക്കണം രാത്രിയിൽ. ഇന്ന് രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ എന്റെ ഈ നിദ്ര സ്വസ്ഥതയിലേക്കുള്ള ഒരു പ്രവേശനമാണെങ്കിൽ തന്നെ കർത്താവേ, അങ്ങയുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണരും നമ്മൾ, ഒന്ന് ഉറങ്ങുക. നമ്മൾ എപ്പോഴാണ് നമ്മൾ ഉറങ്ങാന്ന് പറഞ്ഞുകൂടാ. ഈ താൽക്കാലിക ഉറക്കമല്ല, ഒരു നിദ്രയുണ്ട്. അതിന്റെ പേര് മരണനിദ്ര എന്നാ. എപ്പോ വേണമെങ്കിലും നമ്മൾ തഴുകാം, ഒരു കുഴപ്പമില്ലാതെ. എന്താ കാരണം? ആ നിദ്രയിൽ ഞാൻ ഉണരുമ്പോൾ അവന്റെ മുഖം കണ്ട് തൃപ്തനാകുന്ന് അത് പറയാൻ കഴിയണം. ഇനി അവിടെ പറയാണ്, എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നമ്മൾ അന്വേഷിക്കുന്നത് എന്തൊക്കെയാന്ന് അറിയാമോ? നമ്മൾ അന്വേഷിക്കുന്നത് എന്തൊക്കെയാന്ന് അറിയണേ ഫോൺ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിലാണ് നമ്മൾ ഇതെല്ലാം അന്വേഷിക്കുന്നത്. ഗൂഗിളിൽ അന്വേഷിക്കും, ആമസോണിൽ അന്വേഷിക്കും, അതിലന്വേഷിക്കും. പല ആപ്പുകളും കിടക്കുക, എല്ലാറ്റിലും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇത് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് എന്തെങ്കിലും അന്വേഷിക്കാണ്ടായിരുന്നു കർത്താവിന്റെ സന്നിധിയിലായിരുന്നു. അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന കർത്തദാസന്മാർ പറയും, നിനക്ക് സൈക്കിൾ വേണമെങ്കിൽ സൈക്കിളിന്റെ കമ്പനിയുടെ പേര് പറയണം, സീറ്റിന്റെ കളർ പറയണം, സൈക്കിളിന്റെ വലിപ്പം പറയണം, ബെല്ല് വേണോ, അതിന്റെ മിറർ വേണോ, ലൈറ്റ് വേണോ, എന്തൊക്കെ വേണോ അതൊക്കെ പറഞ്ഞോളാൻ പറയും. നീ അന്വേഷിക്കുന്നതൊക്കെ മനസ്സിൽ കാണാനായിട്ട് പറയരുത്. എന്നാൽ ഇന്നിപ്പോ നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഉള്ളിൽ ഒരു ജാഗ്രതയോടെ അങ്ങേ അന്വേഷിക്കണം. എന്താ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡ് എന്നേ, തിരുസാന്നിധ്യം വേണോ? അനുഭവിച്ചിട്ടേ ഇല്ലാത്തൊരു കുറേ പേരുണ്ട് ജീവിതത്തിൽ. സങ്കടം തോന്നാറുണ്ട്. തിരുസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ഉള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. മഹാസന്തോഷം വരും. അതിനപ്പുറത്ത് വരുന്നത് കണ്ണുനീരാണ്. നമ്മൾ കരയും, പക്ഷെ അത് ദുഃഖമെന്ന് കരയുന്നതല്ല. ആ തിരുസാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണുനീരുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയുന്നു. ചിലപ്പോൾ ശരീരമൊക്കെ കിടന്ന് വിറയ്ക്കും. ആ പ്രസൻസ് ഓഫ് ഗോഡ് ഒരു വിധത്തിൽ എത്തിക്കഴിയുമ്പോൾ, ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ,
സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ട് നന്ദി കൊണ്ടങ്ങ് നിറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങും. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വിഷമിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, മതി കർത്താവേ, ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോടുള്ള ഒരു ആഴമേറിയ സ്നേഹം വന്നിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത ആ ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വലിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തി. ഇനി മറ്റൊരു കാര്യം കൂടെ അവിടെ ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ചില ന്യായവിധികൾ ഭൂമിയിൽ നടക്കുന്ന വാർത്തകൾ കേട്ടിട്ട് ചിലപ്പോൾ നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. അവിടെ നടക്കുന്ന പ്രശ്നം, ഇവിടെ നടക്കുന്ന പ്രശ്നമൊക്കെ നമ്മെ അലട്ടാറുണ്ട്. ഇവിടെ പറയുകയാണ്, നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. എന്താ കർത്താവ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാനുള്ളൊരു മറുപടി ഉണ്ട്. ഭൂവാസികൾ നീതിയെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചില ജൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്, ചില ഭൂകമ്പം ഉണ്ടാകുന്നതോ, ചില കൊടുങ്കാറ്റുണ്ടാകുന്നതോ, ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ട് ആകെ അസ്വസ്ഥമാകണ്ട. അത് ഭൂവാസികൾ നീതി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, 2 ആയുള്ളൂ. മത്തായി 12:46. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ, മത്തായി 12:46. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. മൂന്നാമത് നമുക്ക് വേണ്ടുന്ന ആഗ്രഹം, അവനോട് സംസാരിപ്പാൻ ആഗ്രഹിക്കണം. കർത്താവിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കർത്താവ് കേട്ടിട്ട് അങ്ങ് പോകുന്നല്ല. സംസാരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനാണ്. കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർ കർത്തദാസന്മാരാണ്. കാരണം കർത്താവിന്റെ ഒരു ശബ്ദം കേട്ടിട്ട് വേണം പ്രസംഗിക്കാൻ, ദൈവജനത്തോട് ദൂത് പറയാൻ. അതുകൊണ്ട് കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കും. ഇന്ന് കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിച്ചപ്പോ എന്നോട് സംസാരിച്ച തിരുവചനങ്ങളാണ്, എന്റെ ഹൃദയത്തിൽ തന്ന സന്തോഷമാണ്, എന്റെ ഹൃദയത്തിൽ തന്ന ആനന്ദമാണ് ദൈവമക്കളോട് പങ്കുവയ്ക്കുന്നത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കർത്തദാസൻ നിലയ്ക്ക് ആഗ്രഹിക്കാതിരിക്കാൻ പറ്റൂല. നിർബന്ധമായി ആഗ്രഹിക്കും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കും. എന്റെ ഓരോ വഴിയാത്രയിലും ഞാൻ ആഗ്രഹിക്കും, കർത്താവെ ഒരു ഇടപെടൽ വേണം. ഇന്ന് ഞാൻ സന്തോഷിക്കും. കാരണം ഓരോ ദിവസവും കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന നന്മ ഓർത്ത് എത്ര നന്ദി പറയണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുവിടാൻ അത്രമാത്രം നന്ദി ഞാൻ പറയാറുണ്ട്. ഹൃദയം നിറഞ്ഞു നന്ദിയോടെ സ്വത്രം പറയും. അനുനിമിഷവും എനിക്ക് കർത്താവിനോട് പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വല്ലാത്ത വിമിഷ്ടമാണ്. അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ആരെങ്കിലും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചാൽ ഒരു മൃദുസ്വരം കേൾത്തേക്കും. ശാന്തമായി നമ്മളോട് ഇങ്ങനെ പറയുന്നത് ഒച്ച കേൾക്കാം. കോപിക്കുന്ന ഒച്ചയൊന്നും അല്ലെന്നേ. ശാന്തമായി നമ്മളോട് ഇടപെടുന്ന ആ തിരുവചനം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം സാധിപ്പിക്കും. ഇന്ന് രാത്രി സാധിപ്പിക്കും. ഇന്ന് ഈ ദിവസം ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് സംസാരിക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തിരുശബ്ദം കേൾക്കും. എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുക. ഒരു വാക്ക് മതി. തിരുസ്വരം കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ഭക്തൻ പറഞ്ഞ കാര്യമാണ്. എനിക്ക് അധികം ഒന്നും കേൾക്കണമെന്നില്ല, കർത്താവെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, സൗഖ്യമായി മതി, നിന്നെ അനുഗ്രഹിച്ചു, നിനക്ക് നന്മ വരും എന്ന എന്തെങ്കിലും ഒരു വാക്ക് മതി കർത്താവെ. പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പോലും മതി. ഒരു വാക്ക് മതി. ഒരു അപ്പം നുറുക്കും മതി എന്ന് പറഞ്ഞ സഹോദരിയുടെ വിശ്വാസം പോലെ ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വീട്ടിനകത്ത് പുരയ്ക്കകത്ത് നടക്കാൻ പോകുന്ന അത്ഭുതം അത്ര വലുതാണ്. അതുകൊണ്ട് ആഗ്രഹിക്കേണ്ട കർത്താവേ, എന്റെ വീട്ടിനകത്ത് ചിലത് നടക്കാൻ അങ്ങയുടെ ഒരു സ്വരം, ഒരു വാക്ക് വേണം കർത്താവേ, എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കണം. അവിടെ പറയുന്ന ഒരു പദം നമുക്ക് സന്ദർഭമൊക്കെ അറിയാം, ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും വന്നു എന്ന് പറയുന്നത്. ഞാൻ അതിനൊന്നുകൂടെ ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു വീട്ടിലുള്ള അമ്മയും മക്കളും ആഗ്രഹിക്കണം വിഷയത്തിന് പരിഹാരം വരുത്തുന്ന ദൈവത്തിന് സ്വരം കേൾക്കണമെന്ന്. വിഷയത്തിന് പരിഹാരം വരുത്തുന്ന ദൈവത്തിന് സ്വരം കേൾക്കണമെന്ന് ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ ആ സ്വരം കേൾക്കും. ഇന്ന് ഫോൺ റെഡിയാക്കി വെച്ചോ, ഒരു കോള് വരും. യെസ്, ദൈവം പ്രവർത്തിച്ചു, വലിയ വിടുതൽ ലഭിച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി നന്മ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ അത്രമാത്രം ഒന്ന് വിശ്വാസം ഒന്ന് വളർന്നു നോക്കിയേ. കർത്താവേ, അങ്ങന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ആ ഭക്തൻ പറഞ്ഞത് ഒരു വാക്ക് മതി എന്ന് പറഞ്ഞു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 4-ാമത്തെ കാര്യം പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:7. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്താ ആഗ്രഹിക്കേണ്ട 4-ാമത്തെ കാര്യം? ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിക്കുന്നു.
നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് പറയും ദൈവജനം പറയുമ്പോൾ, ഒന്ന് നിർത്തിക്കിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുക സമയമൊന്നും പോകണില്ലല്ലോ, ആ സമയമൊന്നും ആയി കിട്ടിയാൽ ഇദ്ദേഹം ഒന്ന് നിർത്തിക്കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന കുറേ പേരുണ്ട്. ഇതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, ദൈവവചനം കേൾപ്പാൻ ബർന്നബാസിനെ ശൗലിനെ വരുത്തി. ഒന്നുകൂടെ അവിടെ പറയാണ്, കർത്തൃദാസന്മാരൊക്കെ ഒന്ന് വന്ന് സംസാരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. നിങ്ങള് സ്ഥിരമായി കേൾക്കുന്ന വചനം കേട്ട് മടുത്തു വായിക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചോന്നേ. സഭയിൽ കർത്താവെ പുതിയതായി കർത്താവെ അനുഗ്രഹീതമായ ചില ദൈവദാസന്മാരെ അയച്ച് ദൂതൊന്ന് കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഞായറാഴ്ച വരുന്ന് ആരും വിളിച്ചിട്ടൊന്നുമല്ല, വരും. നിങ്ങൾ പ്രാർത്ഥിക്കേ. വചനം കേൾക്കാൻ പറ്റും, തിരുവചനം കേൾക്കാൻ പറ്റും. നിങ്ങൾ മടുക്കേണ്ട കാര്യമില്ല. വചനം അണ്ണാക്കിന് മാധുര്യ, അത് പാല, വളർച്ച തരുന്നതാ, ജയം തരുന്നതാ. വിവരിക്കേണ്ട കാര്യമില്ല. ഇതിൽ യാതൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ദൈവവചനം കേൾക്കാൻ വലിയൊരു ആഗ്രഹം വേണം. 5-ാമത്തെ പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തി 12:17 വാക്യം. പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്കറിയാം, യേശാവിന്റെ കാര്യം പറയണം. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഇതുവരെ പറഞ്ഞ പോസിറ്റീവിനെ വെട്ടുന്ന ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ആഗ്രഹിച്ചിട്ട് ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരു ഭാഗം വായിച്ചത്. എന്നെ ഇവിടുത്തെ ഒരു പദപ്രയോഗം മറന്നു പോരുത്. പിന്നത്തേത്, ഇന്ന് ലഭിക്കേണ്ട അനുഗ്രഹം ഇന്ന് പ്രാപിക്കണം. ഇന്ന് വ്യക്തമായി നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിന്റെ ശിരസ്സൊന്ന് നമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കർത്താവേ എന്റെ അവനെ സാധിക്കാൻ കർത്താവിന് ഇടപെട്ട് എന്നോട് പറഞ്ഞ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിരസ്സൊന്ന് നമിച്ച് ഒന്ന് വണങ്ങി നമസ്കരിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അനുഗ്രഹം ലഭിക്കും, ഉറപ്പാ. പക്ഷെ ഇന്നത്തെ അവസരം നിഷേധിച്ചാൽ, ഇന്ന് നിനക്ക് ലഭിച്ച ഈ മനോഹരമായ അവസരം, ഇന്ന് കേട്ട തിരുവചനത്തിന്റെ ശക്തി മനസ്സിലാക്കാതെ പിന്നീട് വല്ലാത്ത വിഷമഘട്ടത്തിലായിട്ട് പ്രതിസന്ധിയിൽ പെട്ടുപോയിട്ട് നിലവിളിച്ച് കണ്ണുനീരോട് അപേക്ഷിച്ചിട്ട് ചെന്നാൽ പോലും അനുഗ്രഹം ലഭിക്കില്ല. ഇവിടെ 5-ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. അനുഗ്രഹം ലഭിക്കാനായിട്ട് ആഗ്രഹിക്കണം. ചില മാതാപിതാക്കൾ യേശുവിന്റെ അടുക്കൽ വന്നു, നിങ്ങളുടെ മക്കളെ ശിശുക്കളെ എന്ന് അനുഗ്രഹിക്കേണ്ടത്. അവിടെ നിന്ന് പറയുന്നുണ്ട് തൊട്ട് അനുഗ്രഹിക്കേണ്ടത്. യേശു തൊട്ട് ഒന്ന് അനുഗ്രഹിക്കേണ്ടത് അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഇന്നൊന്ന് കൊണ്ടുവരാമോ? നമ്മുടെ വിഷയത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ പ്രതിസന്ധിയെ, ഭാരങ്ങളെയല്ല അവനൊന്ന് അനുഗ്രഹിപ്പാൻ. എന്തിനാ അനുഗ്രഹിക്കുന്നതെന്ന് അറിയോ? ചിലതിൽ പോരായ്മ ഉള്ളതിനാണ് അനുഗ്രഹം വേണ്ടത്. അവൻ അനുഗ്രഹിച്ചാൽ വർദ്ധിക്കും. അവനൊന്ന് അനുഗ്രഹിച്ചാൽ വർദ്ധിക്കും. കോരി വെച്ചത് പച്ചവെള്ളമാണെങ്കിലും ദൈവിക അനുഗ്രഹം അതിലേക്കൊന്ന് പ്രസരിച്ചാൽ, അവന്റെ വാക്കിലൂടെ കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ ഒരു അനുഗ്രഹം പ്രസരിച്ചാൽ പച്ചവെള്ളം വീഞ്ഞായി മാറും. അപ്പം 5 ഉള്ളെങ്കിലും അനുഗ്രഹത്തിന്റെ കരമൊന്ന് തൊട്ടാൽ, അതിനെ നുറുക്കിയാൽ അത് വർദ്ധിക്കും. ചിലത് തികയാതിരിക്കുക, പോരായ്മ വന്നിരിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ജയം പ്രാപിക്കുന്ന ദിവസമാണ്. ഇന്ന് പ്രാപിക്കുക. കർത്താവേ, എന്റെ ചില കാര്യങ്ങൾ നടക്കേണ്ടതിന്, എന്റെ തലമുറയുടെ അഡ്മിഷൻ, അവന് കോളേജ് വിദ്യാഭ്യാസം, അവന് വേണ്ടുന്ന കാറ്, അവന് വേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. കർത്താവേ, എഡ്യൂക്കേഷൻ ലോണ്, ഇതൊക്കെ പെൻഡിംഗ് ആയി കിടക്കുക, ഇതൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ പറയുക, ഇന്ന് അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഈ അനുഗ്രഹത്തിനായി ഒന്ന് സമർപ്പിച്ചാൽ മതി, വർദ്ധിക്കും, അനുഗ്രഹിക്കപ്പെടും, ചേഞ്ച് വരികയെന്ന് ചെയ്യും. 6-ാമത്തെ കാര്യം പറയട്ടെ. സങ്കീർത്തനം 34:12-13, 34:12-13. 6-ാമത്തെ കാര്യം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാണ്. ആഗ്രഹിച്ചോ? ജീവനെ ആഗ്രഹിക്കണം. രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് ചോദിച്ചാൽ പറയും, വൈദ്യന്മാര് എഴുതി നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. രക്തം ചോർന്നുകൊണ്ടിരിക്കുക, നീ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക, എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാമെന്ന് വിധി എഴുതിയതിന്റെ സാന്നിധ്യത്തില് ആ സഹോദരി ആഗ്രഹിച്ചു, ജീവനെ ആഗ്രഹിച്ചു. നന്മ കാണേണ്ടതിന്
ദീർഘായുസ് ചെയ്യുക. ഞാൻ ജീവിച്ചിരുന്നാലോ എൻ്റെ മക്കളൊന്ന് വളർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ മക്കളൊന്ന് വളർന്നു കാണണം. എന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല. വിധി എഴുതിയിരിക്കുന്ന വിധി എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ മധ്യത്തിൽ നീ ജീവനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നന്മ കാണാനാണ് നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കത് സാധിക്കും. അതിനൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ദോഷം ചെയ്യാതെ നിന്റെ നാവ് സൂക്ഷിക്കണം. നെഗറ്റീവായ ഒരു വാക്ക് പോലും നീ ആഗ്രഹിക്കുന്നെങ്കിൽ പറയരുത്. വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം ഉരുവിടുക. നെഗറ്റീവായ ഒരു വാക്ക് പോലും പറയരുത്. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും, വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ആ വ്യാജം എന്നൊക്കെ പറയുമ്പോൾ ലിറ്ററൽ സെൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തൊരു കാര്യം കിടക്കട്ടെ. എന്താ വ്യാജം? ഡോക്ടർ പറഞ്ഞത് വ്യാജം, വൈദ്യശാസ്ത്രം പറയുന്നത് വ്യാജം. അത് നീ ഏറ്റു പറയണ്ട. കാരണം ജീവന്റെ ഉറവ എന്റെ കർത്താവ, ജീവനുണ്ട് യേശുവ. അവൻ പറഞ്ഞു സമൃദ്ധിയായ ജീവൻ തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. നീ അത് പറയണം. ആ വ്യാജം എല്ലാവരോടും പറയരുത്. കേട്ട റിസൾട്ട് എല്ലാവരോടും വിളിച്ചു പറയാനുള്ളതൊന്നുമല്ല. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അവർക്കും പ്രതീക്ഷയില്ല. ഇത് വ്യാജമാണ്. ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെ ആകരുത്. ദോഷം നീ പറയരുത്. വിജയം നിനക്ക് ആവശ്യമായിട്ടിരിക്കുക. ഞാൻ വാക്കുകളെ ചുരുക്കാൻ പോകുന്നത്. 7ാമത്തെ കാര്യം പറയാം. മർക്കോസിന്റെ സുവിശേഷം 10:36-37. മർക്കോസ് 10:36-37. അവനവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ തുടക്കത്തിൽ വായിച്ച വാക്യം, അതിന്റെ അടുത്ത വാക്യം കൂടെ വായിക്കുന്നു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. ഒരാഗ്രഹം നമുക്കും വേണം. അവന്റെ വലത്തോ അവന്റെ ഇടത്തോ ഒന്ന് ഇരിക്കാൻ പറ്റണം. അത് സാധാരണ നിലയ്ക്ക് സാധിക്കില്ല. അങ്ങനെ തന്നെയാണ് കർത്താവും പറഞ്ഞത്. കാരണം അതിനുവേണ്ടി കുടിക്കാനുള്ള പാനപാത്രം അത്ര കട്ടിയുള്ള പാനപാത്രമാണ്. അത്രയും ലഭിച്ചവർക്ക്, അത്രയും സഹിച്ചവർക്ക് കൂടെ വാഴാൻ പറ്റിയെന്ന് വരുള്ളൂ. എന്നാ ഒരു വരം ലഭിച്ച, അതാണ് ബുദ്ധി. എനിക്കൊരു വരം ലഭിച്ച, അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടൊന്നും നടക്കില്ല. ഞാൻ ഉത്തരേന്ത്യ മുഴുവൻ സുവിശേഷീകരിച്ചോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഇരുട്ട് മുഴുവൻ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയുന്നു വരില്ല, സാധിക്കുന്നു വരില്ല. അതിനുള്ള ശക്തിയും ഭക്തിയും കൃപയും ഒന്നും എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കർത്താവ് തന്നാൽ, ഒരു വരം തന്നാൽ അതൊക്കെ നടക്കും. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കർത്താവ് ഒരു വരം നൽകി എന്നെ അനുഗ്രഹിച്ചാൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ഞാൻ ആ തിരുസന്നിധിയിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് കർത്താവ് എഴുന്നേറ്റ് മാറി തന്നിട്ട് എന്നെ സീറ്റിൽ ഇരുത്തുന്ന പറയുന്നത്. ഓ, ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറത്തുള്ള ഒരു ദർശനമാണത്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. സീറ്റ് ആരുടെ സീറ്റ്? കർത്താവ് എഴുന്നേറ്റിട്ട് എന്റെ കൈ പിടിച്ച് എന്നെ ഒന്ന് സീറ്റിൽ ഇരുത്തുമെന്ന്. അതെങ്ങനെ വേണം? ഒരു സാധ്യതയും മുന്നിൽ കാണാതിരിക്കുമ്പോൾ ഇപ്പോഴേ പ്രാർത്ഥിക്കണം. പിന്നീട് ആഗ്രഹിച്ചാൽ പറ്റില്ല. അതാ പിന്നത്തേതിൽ ആഗ്രഹിച്ചിട്ട് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ട് അവിടെ ചെന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ ഒരു വരം എനിക്ക് വേണം, കർത്താവേ ഒരു വരം വേണം. നാഥ, അങ്ങ് പറഞ്ഞ ഈ കാര്യം എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, അങ്ങനെ വരം തന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ഒരു വാക്യം വായിച്ചോട് നിർത്തുക. 27 സങ്കീർത്തനം 4 വാക്യം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അപേക്ഷിക്കുന്ന കാര്യം തന്നെ ആഗ്രഹിക്കുക. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവിടെ ചെന്നിട്ട് ആ മനോഹരത്വം ഒന്ന് കാണുവാൻ, സ്വർഗത്തിൽ ചെന്നിട്ട് ആ മനോഹരത്വം ഒന്ന് കാണുവാൻ, ആ സ്വർഗീയ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. പിന്നെ എനിക്ക് ലഭിക്കുന്നത് എന്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ നിത്യ ആയുഷ്കാലമാണ്. ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഓ, ഈ വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. തിരുവചനം കേട്ട എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഈ ദൂത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമായി മാറട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഒരു കർത്തദാസൻ എന്ന നിലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഓരോ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാട്ടെ. ആമേൻ.